പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ HDCയുടെ 4-ാം യാമത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ദൈവജനങ്ങൾ എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. മുഖവരകൾ ഒട്ടും കളയാതെ നമുക്ക് കർത്താവിന്റെ വചനത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം പ്രാർത്ഥനയോടെ. ദയവായി ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ തിരിക്കുന്നു. ദയവായി ബൈബിൾ ഉള്ളവർ ബൈബിൾ തുറന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കുണ്ടായ ചില വ്യത്യസ്തകരമായ അനുഭവങ്ങൾ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ഉണ്ടായ സമയത്ത് കർത്താവിനോട് ഹൃദ്യമായി സംസാരിച്ച ഒരു വാക്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, വിലാപങ്ങളുടെ പുസ്തകം പ്രവാചകനായ യിരെമ്യാവിനുണ്ടായ വ്യത്യസ്തകരമായ ചില ആത്മീക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പുസ്തകം അത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ, രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ്, മൂന്നാമത്തെ രാജാവായിരുന്നു ശലോമോൻ. ശലോമോന്റെ മരണശേഷം ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നു. BC 931 ഒന്ന് ഇസ്രായേൽ എന്നും ഒന്ന് യഹൂദ എന്നും വേർതിരിയപ്പെടുന്നു. അല്ലെങ്കിൽ ഒന്നിനെ വടക്കേ രാജ്യം എന്നറിയപ്പെടുന്നു, ഒന്നിനെ തെക്കേ രാജ്യം എന്നറിയപ്പെടുന്നു. വടക്കേ രാജ്യം എന്ന് പറയുന്നത് ശലോമോന്റെ ദാസനായ യൊരോബെയാമായിരുന്നു അവിടുത്തെ രാജാവ്, അഥവാ ഇസ്രായേലിന്റെ രാജാവ്. തെക്കേ രാജ്യം എന്ന യഹൂദയുടെ രാജാവ് ശലോമോന്റെ മകനായ രഹബയാം തന്നെ ആയിരുന്നു. സ്തോത്രം. ഇങ്ങനെ വടക്കേ രാജ്യമായ ഇസ്രായേലും തെക്കേ രാജ്യമായ യഹൂദയും BC 931 രണ്ടായി പിളരുന്നു. അങ്ങനെ നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചാൽ ഇസ്രായേലിൽ യൊരോബെയാമിന് ശേഷം 19 രാജാക്കന്മാർ, അങ്ങനെ 20 രാജാക്കന്മാര് ഇസ്രായേൽ ഭരിച്ചു. യഹൂദയിൽ ഏകദേശം 19 രാജാക്കന്മാരോളം ഭരിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇസ്രായേലിലെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു ഹോശയ എന്ന് പറയുന്ന രാജാവായിരുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു ഹോശയ. ഇദ്ദേഹത്തിന്റെ കാലത്താണ് BC 722 ഇസ്രായേൽ എന്നറിയപ്പെടുന്ന 10 ഗോത്രങ്ങളും പിടിക്കപ്പെടുന്നതും അശൂർ രാജാവ് ഈ 10 ഗോത്രങ്ങളെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇന്ന് വരെ, ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ, അന്ന് BC 722 പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേലിലെ 10 ഗോത്രങ്ങളും തിരികെ വന്നിട്ടില്ല. സ്തോത്രം. എന്നാൽ അവർ തിരിച്ചു വരും. മഹോദരവ കാലഘട്ടത്തിൽ അവർ മടങ്ങി വരുമെന്നൊക്കെയുള്ള ചില പഠനങ്ങൾ ഉണ്ട്. സ്തോത്രം. എന്നാൽ ഇവരെ എന്തുകൊണ്ടാണ് ദൈവം ഏൽപ്പിച്ചു കൊടുത്തതെന്നൊക്കെ ഉള്ളതിന് വലിയ ചിന്തകൾ തിരുവചനത്തിലുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം, വിഗ്രഹാരാധനയിലൂടെയാണ് ദൈവം ഇവരെ ഏൽപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ തെക്കേ രാജ്യമായ യഹൂദ, നമ്മൾ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം യഹൂദയുമായി ബന്ധപ്പെട്ടാണ്. തെക്കേ രാജ്യമായ യഹൂദയിൽ 2 ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
ഒന്ന് യഹൂദ എന്ന് പറയുന്ന ഗോത്രവും ഒന്ന് ബെന്യാമിൻ എന്ന് പറയുന്ന ഗോത്രം. ഈ രണ്ട് ഗോത്രങ്ങൾ അടങ്ങിയ യഹൂദ രഹബയാമിന്റെ കാലം മുതൽ, ശലോമോന്റെ മകനായ രഹബയാമിന്റെ കാലം മുതൽ ഏകദേശം 19ഓളം രാജാക്കന്മാരാണ് ഇവരെ ഭരിച്ചത്. ഇവരുടെ ഏറ്റവും ഒടുവിലത്തെ രാജാവിന്റെ പേരാണ് സിദക്കിയാവ് എന്നാണ്. വേദപുസ്തകവുമായി കുലബന്ധമുള്ളവർക്ക് ഈ മനുഷ്യനെ അറിയാം. സിദക്കിയാവ് എന്ന് പറയുന്ന ആളെ അറിയാം. സ്തോത്രം. കാരണം സിദക്കിയാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സിദക്കിയാവിനെ നെബൂഖദ്നേസർ ബാബിലോൺ പ്രവാസത്തിൽ കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് സിദക്കിയാവിനെ പിടിക്കുകയും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ ആൺമക്കളെ നെബൂഖദ്നേസർ വെട്ടിക്കൊല്ലുകയാണ്. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചിട്ടാണ് നെബൂഖദ്നേസർ ഇദ്ദേഹത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്തോത്രം. നമുക്ക് ഈ ബാബിലോൺ പ്രവാസത്തെ കുറിച്ച് നമുക്കറിയാം. 3 ഘട്ടമായിട്ടാണ് ബാബിലോണിൽ പ്രവാസം നടക്കുന്നത്. ഇസ്രായേലിന്റെ, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഞാനങ്ങ് പറഞ്ഞത് യഹൂദയുടെ ഈ പ്രവാസം 3 ഘട്ടമായി നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ പ്രാവശ്യം നെബൂഖദ്നേസർ രാജകൊട്ടാരവുമായി ബന്ധമുള്ള ആളുകളെയൊക്കെയാണ് പിടിച്ചോണ്ട് പോയത്. രാജകൊട്ടാരവുമായി ബന്ധമുള്ള ആളുകളെയാണ് ബാബിലോണിലേക്ക് പിടിച്ചോണ്ട് പോയത്. അതുകൊണ്ടാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ എന്നൊക്കെ ഉള്ള ആളുകൾ പ്രവാസത്തിൽ, ഇവരൊക്കെ രാജകൊട്ടാരവുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളായിരുന്നു യെരൂശലേമിൽ. സ്തോത്രം. രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയത് കുറച്ചാളുകളെ കൊണ്ടുപോയി. അതിൽ ഒരുവനായിരുന്നു എഗസ്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ. ആദ്യത്തെ പ്രാവശ്യം BC 606 കൊണ്ടുപോയി. രണ്ടാമത്തെ പ്രാവശ്യം BC 597 കൊണ്ടുപോയി. മൂന്നാമത്തെ പ്രാവശ്യം നെബൂഖദ്നേസർ പ്രവാസത്തിലേക്ക് വരാൻ കാരണം അവരുടെ അവസാനത്തെ രാജാവായ സിദക്കിയാവായിരുന്നു. അദ്ദേഹം നെബൂഖദ്നേസർ രാജാവിനോട് എതിർക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് നെബൂഖദ്നേസർ മൂന്നാമത്തെ പ്രാവശ്യം വന്നത്. ആ മൂന്നാമത്തെ പ്രാവശ്യം ഒരു വല്ലാത്ത വരവായിരുന്നു വന്നത്. സ്തോത്രം. ആ വരവെങ്കിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ അതിന്റെ ഒരു ചെറിയ ചിത്രം നിങ്ങളെ ഒന്ന് കാണിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം. നെബൂഖദ്നേസർ മൂന്നാമത്തെ പ്രാവശ്യം വന്നതിന്റെ ഒരു ഭീകരത നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ. ഇതൊക്കെ ചരിത്രമാണ്. രാവിലെ ചരിത്രം പറയുന്നത് ആളുകൾ ഉറക്കം വരുമെന്നുള്ളത് വ്യക്തമാണെങ്കിലും ചില തിരുവെഴുത്തുകൾ പറയേണ്ടതിന് ചരിത്രം പറയാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. സ്തോത്രം. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. 2 രാജാക്കന്മാർ 25-ാം അധ്യായം 1-ാം വാക്യം. അവന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തന്റെ സർവ്വ സൈന്യവുമായി യെരൂശലേമിന് നേരെ വന്ന് പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും വാട കോരി. സ്തോത്രം. ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനി 2-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. സിദക്കിയ രാജാവിന്റെ 11-ാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നോക്കി, സിദക്കിയ രാജാവിന്റെ 10-ാം ആണ്ടിലാണ് നെബൂഖദ്നേസർ വരുന്നത്. 11-ാം ആണ്ട് വരെ അദ്ദേഹം എന്ത് ചെയ്തു? യെരൂശലേമിനെ വളഞ്ഞ് നിരോധിച്ചിട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകദേശം 1.5 വർഷക്കാലം നെബൂഖദ്നേസർ യെരൂശലേം എന്ന് പറയുന്ന ഈ നഗരത്തെ, യഹൂദയെ മൊത്തം വളഞ്ഞ് നിരോധിച്ചിട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആർക്കും അകത്തോട്ടും കയറാൻ പറ്റുകയില്ല, അകത്തുനിന്ന് ആർക്കും പുറത്തോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ 1.5 വർഷം നെബൂഖദ്നേസർ ഇവരെ നിരോധിച്ചു. അപ്പോൾ 1.5 വർഷം നെബൂഖദ്നേസർ ഇവരെ നിരോധിച്ചപ്പോൾ അവിടെ സംഭവിച്ച ഭീകരത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് ഭക്ഷണമില്ലാത്തൊരവസ്ഥയുണ്ടായി. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ യെരൂശലേമിനകത്ത് ഉണ്ടായി. പട്ടിണിയോട് പട്ടിണിയായിരുന്നു. സ്തോത്രം. ഭക്ഷണം കിട്ടാനില്ലാത്തൊരവസ്ഥ. എന്തിനേറെ പറയുന്നു, ഇതെല്ലാം ഈ 1.5 വർഷക്കാലം സംഭവിച്ചതാണ്. നെബൂഖദ്നേസർ ഇവരെ വളഞ്ഞ് നിരോധിച്ചിട്ടിരുന്ന 1.5 വർഷക്കാലം സംഭവിച്ചതാണ്. ഈ സംഭവങ്ങളുടെ ഈ 1.5 വർഷക്കാലത്തെ നെബൂഖദ്നേസർ ഇവരെ നിരോധിച്ചിട്ടിരുന്ന, ചുറ്റുപാട ഒരു നിരോധിച്ചിട്ടിരുന്ന ഈ 1.5 വർഷക്കാലത്തെ സംഭവങ്ങളുടെ ഒരു രത്നച്ചുരുക്കമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ പ്രമേയം.
എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, യിരെമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹം, ചില ചിന്തകന്മാർ പറയുന്നത്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ കഴിയും, യെരുശലേമിന്റെ നഗരത്തിന്റെ മതിലിനോട് ചേർന്ന് ഇദ്ദേഹത്തിന് ഒരു ഗുഹയുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതിനകത്തിരുന്നുകൊണ്ട് ആ യെരുശലേം നഗരത്തിനകത്ത് ഈ 1.5 വർഷക്കാലം നെബൂഖദ്നേസർ നിരോധിച്ചിട്ട സമയത്ത് നടക്കുന്ന വേദനാജനകമായ ചില കാഴ്ചകൾ അദ്ദേഹം കണ്ടു. സ്തോത്രം. ആ കാഴ്ചകളിൽ നിന്നാണ് അദ്ദേഹത്തെ കരയുന്ന പ്രവാചകൻ എന്ന പേരിലേക്ക് വന്നതെന്നാണ് തിയോളജിയൻസ് ഒക്കെ അഭിപ്രായപ്പെടുന്നത്. സ്തോത്രം. നമുക്കതുകൊണ്ട് എന്താണ് അദ്ദേഹം കണ്ട കാഴ്ചകൾ എന്നുള്ളതിന്റെ ഒരു 1-2 കാര്യങ്ങൾ പറയാം. വളരെ ചുരുക്കമായിട്ട്, കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. സ്തോത്രം. നമുക്കൊന്ന് നോക്കാം എന്താണ് അദ്ദേഹം കണ്ടത്, അദ്ദേഹത്തെ കരയിപ്പിച്ച കാഴ്ചകൾ എന്തൊക്കെയാണ്. സ്തോത്രം. ഒന്ന്, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. ഒന്ന്, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞിന് പോലും ഭക്ഷണമില്ല. ജനിച്ച് വീണ ഒരു കൊച്ചു കുഞ്ഞിന് പോലും, മുല കുടിക്കുന്നൊരു കുഞ്ഞിന് പോലും അതിന് കുടിക്കാൻ പാല് പോയിട്ട് അവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും ഭക്ഷണമില്ല. അണ്ണാക്കോട് പറ്റിപ്പോകുന്ന രീതിയിൽ ഭക്ഷണമില്ല. എന്ത് ചെയ്തു ഈ മുല കുടിക്കുന്ന കുഞ്ഞ്? എന്ത് തെറ്റ് ചെയ്തു? നോക്ക്, ഈ കാഴ്ച യിരെമ്യാവിനെ വല്ലാതെ ഹൃദയത്തെ തകർത്ത്, ഈ കാഴ്ച യിരെമ്യാവിനെ വല്ലാതെ കരയിപ്പിച്ചു. ഇനി ഒരു 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത് ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. വാൾ കൊണ്ട് മരിക്കുന്നവർ, വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. ഓ, അവർ നിലത്തിലെ അനുഭവമില്ലായ്മയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. എന്താ ഇവിടെ യിരെമ്യാ പറയുന്നത്? വാൾ കൊണ്ട് മരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനകത്ത് വാൾ കൊണ്ട് മരിക്കുന്ന ആളുകൾ, അങ്ങനെ മരിക്കുന്ന ആളുകൾ. വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. അപ്പൊ അവിടുത്തെ വിശപ്പിന്റെ കാഠിന്യം എത്ര വലുതായിരുന്നു നോക്കി. വാളുകൊണ്ട് മരിക്കായിരുന്നു ഭേദമെന്ന്. അതിനേക്കാൾ കാഠിന്യത്തിലായിരുന്നു വിശപ്പ് കൊണ്ട് മരിക്കുന്നത്. അപ്പോൾ അതികഠിനമായ വിശപ്പ്, ഇസ്രായേൽ ചരിത്രത്തിൽ ഇന്ന് വരെ അവർ നേരിടാത്ത വിശപ്പ് കൊണ്ട് വിശന്ന് 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 മരിക്കുന്ന ഒരവസ്ഥ. ഓ, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, 3 നേരം ഭക്ഷണം കഴിക്കുന്ന നമുക്ക് ഇതൊന്നും ഏക്കത്തില്ല. ഒന്നുകൊണ്ട് ഇറങ്ങി പറഞ്ഞാൽ, ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കിട്ടാതെ വന്നാൽ, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വിശന്ന ടെൻഷൻ കയറുന്നവരെയും കണ്ടിട്ടുണ്ട്, വിശന്ന വെപ്രാളം പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഭക്ഷണം കണ്ടാൽ വെപ്രാളം പിടിക്കുന്ന ഗ്രൂപ്പ് മലയാളികളാണ്. അതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ, ഈ കല്യാണത്തിന് പോയാൽ മതി, ഈ എന്താ പറയുന്നത്, ആ ഹോള് തുറക്കുന്നതിന്റെ അവിടെ ഷട്ടറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഇടി കാണണം. ബിവറേജിന്റെ ഒക്കെ ഫ്രണ്ടിൽ പോലും കുടിയന്മാർ വരെ ഡിസിപ്ലിൻ കാണിക്കും. പക്ഷെ നമ്മുടെ ആളുകൾ, ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടു. അതുകൊണ്ട് ഇപ്പൊ പിന്നെ അത്രയും കുഴപ്പമില്ല. കാരണം ഇപ്പൊ ഈ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിനകത്ത് തന്നെ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നടുവിൽ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. അതും കുഴപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രസംഗമൊന്നും ആരും ശ്രദ്ധിക്കുക, ഇവിടെ പാലപ്പം കിളിക്കൊണ്ടൊക്കെ ഇരിക്കുക പലരും. ഇനി അതോ ഭക്ഷണം വന്നാലോ, അയ്യോ വെപ്രാളം എന്ന് പറഞ്ഞാൽ മലകളെ ഇടിച്ച് നിരപ്പാക്കി, കുന്നുകളെ തവിട് പൊടിയാക്കി, ഒരു മഴയില്ലാത്ത പിടിപ്പില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഭക്ഷണം കണ്ടാൽ വെപ്രാളം പിടിക്കുന്ന ഗ്രൂപ്പാണ് സായിപ്പന്മാരൊന്നും അങ്ങനെ തരാം. സായിപ്പന്മാരൊക്കെ കഴിക്കുന്ന നമുക്ക് അത്ഭുതം. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇതൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? വിശന്ന് 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 മരിക്കുക. നീ ഭക്ഷണം കഴിച്ചിട്ട് അത് കളയുമ്പോൾ നിനക്ക് ഇതുവല്ല അറിയാമോ? വിശന്ന് 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 മരിക്കുന്നവരുടെ കുറിച്ച് എനിക്കറിയുമോ? വാളുകൊണ്ട് മരിക്കുന്നവരാണെന്ന് ഭാഗ്യവാന്മാർ അവരെക്കാൾ. ഉണ്ടോ? ഭീകരമായ അവസ്ഥ നോക്കി. ഇത് കണ്ടാൽ യിരെമ്യാവ് എങ്ങനെ കരയാതിരിക്കും? സ്തോത്രം. 3, അടുത്തൊരു കാഴ്ച, അതോടെ പറഞ്ഞ് ഞങ്ങൾക്ക് നിർത്താം. ആ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട്
പാകം ചെയ്തു. അവർ എന്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്ക് ആഹാരമായി തീർന്നു. അയ്യോ, ഭക്ഷണമില്ലല്ലോ. 1.5 വർഷമായിട്ട് നെബൂഖദ്നേസർ നിരോധിച്ചിട്ടിരിക്കുകയല്ലേ. എന്താ മാർഗം? ഒരു മാർഗവുമില്ല. 2 ചിന്തകൾ അതിനകത്തുണ്ട്. ചിലർ പറയുന്നു ജീവനോടെ ചില കുഞ്ഞുങ്ങളെ അമ്മമാർ കൊന്നിട്ട് ഭക്ഷണമായിട്ട് പാകം ചെയ്തെന്ന് പറയുന്നുണ്ട്. അതും ചിലപ്പോൾ സാധ്യമായിരിക്കാം, വിശപ്പല്ലേ. രണ്ടാമത് ചില ആളുകൾ പറയുന്നത് ഈ വിശന്ന് പല കുഞ്ഞുങ്ങളും മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ ഈ മരിച്ചു വീണ കുഞ്ഞുങ്ങളെ പാകം ചെയ്ത് കഴിച്ചെന്നും പറയുന്നു. ഇതിപ്പോ ഈ കുഞ്ഞുങ്ങളെ പാകം ചെയ്ത് കഴിക്കുന്ന സംഭവം ആദ്യമായിട്ടൊന്നുമല്ല, ഇസ്രായേൽ ചരിത്രത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലും ഇതുപോലെ സംഭവം പണ്ട് ഇസ്രായേൽ ചരിത്രത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളെ പാകം ചെയ്ത് കഴിക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഏലിഷയുടെ കാലമാണ്, പ്രവാചകൻ ഏലിഷയുടെ കാലമാണ്. ബെൻഹദദായിരുന്നു അന്നത്തെ അശൂർ രാജാവ് എന്ന് എനിക്ക് തോന്നുന്നു. യഹോരാം ഇസ്രായേൽ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. അത് നമുക്കറിയാം. ആ കാലത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനൊരു കാര്യമുണ്ട്. അന്ന് ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശായിരുന്നു. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ്. 80 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എത്ര? 160 രൂപ. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 160 രൂപ. കാട്ടുള്ളി അവിടെ കിട്ടുന്ന ആണ് കാട്ടുള്ളി. കാട്ടുള്ളിക്ക് 5 വെള്ളിക്കാശായിരുന്നു. 5 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 രൂപ. അപ്പം ആ കാലത്തും അമ്മമാർ കുട്ടികളെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആ ക്ഷാമകാലത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ദാരുണ്യമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഇരമ്യാവ് തന്റെ ഗുഹയ്ക്കകത്തിരുന്ന് കാണുക. അയ്യോ, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. എവിടെ ഇത് സംഭവിച്ചെന്നറിയാവോ? എവിടെ സംഭവിച്ചേ? അപ്പത്തിന്റെ ഭവനമായിരുന്ന ബേത്ലഹേമുള്ളായിരുന്ന നാട്ടിൽ, ദൈവത്തിന്റെ ഭവനമായിരുന്ന ബെതേലുണ്ടായിരുന്ന നാട്ടിൽ. ഓ, വിശന്ന് മരിക്കുന്ന ആളുകൾ. മുല കുടിക്കുന്ന കുഞ്ഞിന് പോലും ഒരു തുള്ളി പാല് കുടിക്കാനില്ലാതെ സ്വന്തം അമ്മമാർ കുഞ്ഞുങ്ങളെ പാകം ചെയ്ത് കഴിക്കുന്നു. ഇന്നലകളിൽ ഇത് ദൈവത്തിന്റെ ഭവനമായിരുന്നു. ഇന്നലകളിൽ ഇത് അപ്പത്തിന്റെ ഭവനമായിരുന്നു. പക്ഷേ ന്യായവിധി തുടങ്ങിയപ്പോൾ ഇന്നലകളിൽ ഇതെന്റെ ഭവനമായിരുന്നു, ബഥേലായിരുന്നു, ദൈവം അങ്ങ് മറന്നു. ഇന്നലകളിൽ ഇത് അപ്പത്തിന്റെ ഭവനമായിരുന്നു എന്നുള്ള കാര്യം ദൈവം അങ്ങ് മറന്നു. കുഞ്ഞെ, ഇന്നലെ ഞാൻ പ്രവാചകനായിരുന്നു, ഇന്നലെ ഞാൻ പ്രഭാഷകനായിരുന്നു, ഇന്നലെ എനിക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് നീ ഇരിക്കരുത്. ദൈവം ന്യായം വിധിക്കാൻ തുടങ്ങിയാൽ പലതും മറക്കും. അവൻ പ്രസന്റ് കണ്ടീഷനിൽ ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നീ കൃപയിലാണോ എന്നുള്ളത് ദൈവം നോക്കൂ. ഞാനിത് പ്രസംഗിക്കാൻ രാവിലെ താല്പര്യമില്ല. കഴിഞ്ഞ 1-2 മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അടുക്കൽ ഒരാളെ ഞാൻ കണ്ടു. ആ ഒരു ആളുമായി സംസാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കർത്താവിനോട് പറയുന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് യൂട്യൂബിനകത്ത് നിങ്ങൾ എവിടെ തപ്പിയാൽ ഈ പ്രസംഗം എന്റെ കിട്ടത്തില്ല. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് പ്രസംഗിക്കുന്നത്. ഈ വാക്യം നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, അത് വേറെ രീതിയിലാണ് പ്രസംഗിച്ചിരിക്കുന്നത്, വിലാപങ്ങളുടെ പുസ്തകം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിൽ അപ്പത്തിന്റെ ഭവനമായിരുന്നു, ഇന്നലകളിൽ ദൈവത്തിന്റെ ഭവനമായിരുന്നു ഇടത്ത് ഇപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മമാർ പാകം ചെയ്ത് കഴിക്കും. സ്തോത്രം. ഇങ്ങനെ പട്ടിണി കിടന്ന ഈ ജനത്തെയാണ് നെബൂഖദ്നേസർ കൊന്നു തള്ളിയത്. ഇങ്ങനെ പട്ടിണി കിടന്ന ഈ ജനത്തിന്റെ വീടിനാണ് നെബൂഖദ്നേസർ തീയിട്ടത്. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങളാണ് നെബൂഖദ്നേസർ എടുത്തുകൊണ്ടുപോയത്. അവിടുത്തെ ആലയം അവൻ പൊളിച്ച് കുപ്പക്കുന്നുപോലെ ആക്കി കളഞ്ഞു. വളരെ അഭിമാനത്തോടെ യഹൂദൻ വിരൽ ചൂണ്ടിക്കാണിച്ച, പ്രശംസിച്ച, 3 നേരവും പ്രാർത്ഥനകൾ മുഴങ്ങിക്കൊണ്ടിരുന്ന, ആരാധന മുഴങ്ങിക്കൊണ്ടിരുന്ന ആലയം
നെബൂഖദ്നേസർ കുപ്പക്കുന്ന് പോലെയാക്കി കളഞ്ഞു, പൊളിച്ചു. ഈ ദാരുണ്യമായ കാഴ്ച, നെബൂഖദ്നേസർ ആളുകളെ കൊല്ലുന്നത്, വീടിന് തീയിടുന്നത്, ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുപോകുന്നത്, ആലയത്തെ കുപ്പക്കുന്നാകുന്നത്, അവിടെ പട്ടിണി കൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്നത്, ഈ ദയനീയമായ കാഴ്ചകൾ തന്റെ ഗുഹയ്ക്കകത്തിരുന്ന് കണ്ടുകൊണ്ട് ഹൃദയം പൊട്ടി സഹിക്കാൻ കഴിയാതെ ഇരമ്യാവ് പറയുകയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അപ്പോഴേ ഞാൻ ഇത്രയും കാര്യം, ഞാനിതില് രണ്ടു മൂന്ന് കാര്യം പറഞ്ഞുള്ളൂ. ഇത് മാത്രമല്ല, ഭീകരതയാണ് ബിലാവങ്ങളുടെ പുസ്തകത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇനി ഇതിൽ കൂടുതൽ എന്നാ മുടിയാനാ? വിശന്ന് ആളുകൾ മരിച്ചു വീഴുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിന് പോലും അണ്ണാക്ക് പാലില്ല കുടിക്കാൻ. സ്വന്തം അമ്മമാറും മക്കളെ പാകം ചെയ്ത് കഴിക്കുന്നു. നെബൂഖദ്നേസർ ഇറങ്ങി വന്ന് എല്ലാവരും വെട്ടിക്കൊല്ലുന്നു, വീടിന് തീയിടുന്നു, ആലയം പൊളിച്ചടുക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഇത് കണ്ടോണ്ട് ഇരമ്യാവ് പറയുകയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയയാകുന്നു. എനിക്കൊരു ചോദ്യമുണ്ട്, ഇരമ്യാവേ, ഇതിൽ കൂടുതൽ ഇനി എന്നാ മുടിയാനാ? ഇതിൽ കൂടുതൽ ഇനി എന്തോ മുടിയാനാന്ന്? അതിന് ഇരമ്യാവിനോട് പറഞ്ഞ മറുപടി ഭയങ്കരമാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇരമ്യാവിനോട് പറഞ്ഞ മറുപടി, ഇതിൽ കൂടുതൽ എന്തോ മുടിയാനാന്ന് ചോദിച്ചപ്പോ ഇരമ്യാവ് പറയുക, പാസ്റ്റർ, ദൈവം മുടിക്കാൻ തീരുമാനിച്ചാൽ ഒരു പുല്ല് പോലും ശേഷിപ്പിക്കത്തില്ല. പക്ഷെ ഇവിടെ ശേഷിപ്പുണ്ടായി. ഇവിടെ ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു വീണു, അമ്മമാർ ഭക്ഷണം പാകം ചെയ്തു മക്കളെ. പക്ഷേ ഇതെല്ലാം ഇവിടെ സംഭവിച്ചു, ഈ ന്യായവിധി മൊത്തം ഇവിടെ സംഭവിച്ചിട്ടും ദൈവം ശേഷിപ്പിനെ വെച്ചു. അതുകൊണ്ട് ഇരമ്യാവ് പറഞ്ഞത്, ദൈവം മുടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഒന്നും ശേഷിപ്പിക്കാതെ അവൻ മുടിക്കും. ചില ന്യായവിധിയൊക്കെ വന്നെങ്കിലും ചില ശേഷിപ്പ് അവൻ നിന്റെ വീട്ടിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നതിന്റെ കാര്യം ഇരമ്യാവിനോട് ചേർന്ന് കൃപ പ്രാപിച്ചവർ രാവിലെ വിളിച്ചു പറയട്ടെ, ഞാൻ മുടിഞ്ഞു പോകാതെ 2025 ഡിസംബർ മാസം വരെ വന്നത് അവന്റെ ദയ കൊണ്ട് മാത്രമാണെന്ന് നെഞ്ചുറപ്പോടെ പറയാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ചുറ്റുപാട് ഇസ്രായേലിനെ, യഹൂദയെ നശിപ്പിക്കാൻ വന്ന പല ജാതികളെ നിങ്ങളൊന്ന് നോക്ക്. ബാബിലോൺ ആണെങ്കിലും അശൂരാണെങ്കിലും ഒരു കാലത്ത് തന്റെ ജനത്തെ ശിക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ച ജാതികളാണ് ഇവരൊക്കെ. പക്ഷെ പിൽക്കാലത്ത് ദൈവം ഇവരെയൊക്കെ ന്യായം വിധിച്ചു. നിങ്ങൾ നോക്കി, ദൈവം മുടിക്കാൻ ഇറങ്ങിയപ്പം സാമ്രാജ്യങ്ങൾ എവിടെ പോയെന്നറിയത്തില്ല. എന്തിയെ സാമ്രാജ്യം? നെബൂഖദ്നേസറിന്റെ ബാബിലോൺ സാമ്രാജ്യം എവിടെ പോയി? എന്തിയെ റോമ സാമ്രാജ്യം? എന്തിയെ സാമ്രാജ്യങ്ങൾ? എടാ, ദൈവം മുടിക്കാൻ ഇറങ്ങിയപ്പം ഇരമ്യാവ് പറയുന്നത്, പാസയെ ചുറ്റും ഒന്ന് കണ്ണുപിടിച്ച് നോക്കിയേ, ദൈവം മുടിച്ചതിന്റെ ഒന്നും ഓർമ്മ പോലുമില്ല ഭൂമിയിൽ. പക്ഷെ ഇത് മുടിച്ചതല്ല. ഞാൻ സ്നേഹിക്കാൻ മാത്രമല്ല, എന്റെ ക്ഷമയുടെ പീരീഡ് കഴിഞ്ഞാൽ, എന്റെ ദീർഘക്ഷമയുടെ കാലം കഴിഞ്ഞാൽ ഞാൻ ന്യായം വിധിക്കുന്നവൻ കൂടെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വിധിയാണിത്. പക്ഷേ അവിടെ ദൈവം ചിലതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഇരമ്യാവ് പറയുന്നത് ശേഷിപ്പുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് ഒഴുകി വീഴുമ്പോൾ ആ യെരൂശലേമിന്റെ മതിലിനോട് ചേർന്ന ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് ഇരമ്യാവ് പറഞ്ഞു, ദൈവമേ, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അങ്ങയുടെ ദയയത്രേ. ദൈവത്തിന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന ഇരമ്യാവ് പറയുന്നത്, ഇതവൻ മുടിച്ചു കളഞ്ഞതല്ല, ഇങ്ങനല്ല അവൻ മുടിക്കുന്നത്. മുടിച്ചാൽ ഒരു പുല്ല് പോലും കിളിക്കില്ല. പക്ഷേ ഞങ്ങളെ ശേഷിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയയാകും. ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ ഒരു പുനർവിചിന്തനം, ഒരു പുനർപരിശോധനയ്ക്ക് വേണ്ടി ഈ വർഷം തീരാൻ പോവല്ലേ.
ഒന്ന് വിധേയപ്പെടുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭീകരാവസ്ഥയുടെ ഒരു ചെറിയ കാഴ്ച മാത്രമായിരുന്നു അന്ന് യഹൂദയിൽ നടന്നത്. അതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലുള്ളത്. വലിയ കാഴ്ചയല്ല, ചെറിയ കാഴ്ച. അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭീകരതയുടെ ഒരു ചെറിയ കാഴ്ചയാണ് യഹൂദയിൽ നടന്നത്. സ്തോത്രം. അപ്പോഴും പ്രവാചകൻ പറയുന്നത്, നമ്മൾ അപ്പാടെ മൊത്തം മുടിഞ്ഞു പോയിട്ടില്ല, അവന്റെ ദയ നമ്മെ താങ്ങി നിർത്തിയിട്ടുണ്ട്, ശേഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇസ്രായേൽ മുടിഞ്ഞു പോകേണ്ട സ്ഥാനങ്ങളിൽ മുടിഞ്ഞു പോകാതെ ദൈവം ഇസ്രായേലിനെ നടത്തിയതിന്റെ ഒത്തിരി തെളിവുകൾ നമുക്ക് പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 കുറിപ്പുകൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞപ്പോഴേ സമയത്ത് 3 സന്ദർഭങ്ങളായിരുന്നു പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. ഇസ്രായേൽ മുടിഞ്ഞു പോകേണ്ട 3 സന്ദർഭങ്ങളിൽ ദൈവം അവരെ മുടിയാതെ സൂക്ഷിച്ച 3 സന്ദർഭങ്ങൾ. അതിൽ 3 പറയുന്നില്ല, 2 ഒന്ന് ഓടിച്ചു പറഞ്ഞ് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ സംഭവം നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 13 അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 13 അധ്യായം. പുറപ്പാട് പുസ്തകം 13 അധ്യായം 17-18 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 13 അധ്യായം 17-18 വാക്യങ്ങൾ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്നു വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച മിസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതുവഴി കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഞാനാകട്ടെ നിങ്ങളാകട്ടെ, നമ്മളൊരു യാത്ര പോവാതിരിക്കട്ടെ, നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മള് സാധാരണ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ പണ്ട് കാലത്തേക്ക് നമ്മൾ ആരോടൊക്കെയും ഒക്കെ വഴി ചോദിച്ച് തിരക്കിയൊക്കെ പോകും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പം ഗൂഗിൾ മാപ്പിന്റെ കാലമാണ്. മാപ്പ് നമ്മളെ കൊണ്ട് ഏകദേശം എത്തിക്കും. ചില സമയത്ത് മാപ്പിനും തെറ്റാറുണ്ട്, പോട്ടെ. എങ്കിലും ഓൾമോസ്റ്റ് ഗൂഗിൾ മാപ്പിന്റെ കാലമാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, മോശ ഇസ്രായേൽ മക്കളുമായി മിസ്രൈമിൽ നിന്ന് പുറപ്പെടുക, കനാനിലേക്കാ പോകുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്. മോശ ഗൂഗിൾ മാപ്പ് ഒന്ന് ഇട്ടെന്നിരിക്കട്ടെ, ഉദാഹരണമാണ്. നീ യോഗം കഴിയുമ്പം ഗൂഗിൾ മാപ്പ് എവിടെ ഇട്ടെന്ന് വേദോസത്തിൽ കാണിച്ചേക്കെന്ന് ചോദിക്കരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, ഒരു വിഷയം തെളിയിക്കാൻ പറയുന്നൊരു ഉദാഹരണമാണ്. ആ ഗൂഗിൾ മാപ്പ് വഴി മോശ ഇസ്രായേൽ മക്കളും വരുമ്പം റൂട്ട് മാപ്പ് കാണിക്കുന്നത് ഫെലിസ്ത്യ ദേശത്തൂടാണ്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഇതുവഴിയാ, ഫെലിസ്ത്യ ദേശത്തൂടാണ് വഴി കാണിക്കുന്നത്. അപ്പൊ ആ ഫെലിസ്ത്യ ദേശത്തോടുള്ള വഴി ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി വഴിയാണ് പെട്ടെന്ന് അങ്ങ് കനാനിച്ചല്ല. വളരെ പെട്ടെന്ന് കനാനിച്ചല്ല, അധികം ദൂരമില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്തു? റീറൂട്ട് ചെയ്തു. ദൈവം എന്ത് ചോദിച്ചാൽ ഗൂഗിൾ മാപ്പിന്റെ ആ റൂട്ട് വേണ്ടാന്ന് മോശയോട് പറഞ്ഞു. പകരം റൂട്ട് ഒന്ന് ദൈവം മാറ്റി. റൂട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? സീനായി പർവ്വതം ചുറ്റി. സീനായി പർവ്വതം ചുറ്റി മരുഭൂമിക്ക് ചുറ്റും ഇവരെ ചുറ്റി 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 നടത്തി. എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കാണിച്ച ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് മരുഭൂമി മുഴുവൻ, സീനായി പർവ്വതം മൊത്തം ചുറ്റി ദൈവം തന്റെ ജനത്തെ കൊണ്ടുപോകാൻ മോശയോട് പറഞ്ഞു.
സ്വാഭാവികമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് മോശയ്ക്കും ദേഷ്യം വരാതിരിക്കുക. ആ, ഞാനാണ് ദേഷ്യപ്പെടും. കാര്യം ഇപ്പൊ മീറ്റിങ്ങിനൊക്കെ ആളുകൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് തരും. ഈ പ്രായമുള്ള ചില ആളുകൾ വിളിക്കുമ്പോൾ അവർക്ക് ലൊക്കേഷൻ അയക്കാന്ന് പറയത്തില്ല, ഒരു വഴി പറഞ്ഞു തരും. ഇന്നടത്ത് വരുമ്പോൾ അവിടെ കല്ലുകൊണ്ട് അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഊപ്പാട് വരും. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഞാനാണെ ചോദിക്കും അവിടെ പിള്ളേർ സെറ്റൊന്നും ഇല്ലെന്ന് ചോദിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പം നമ്മുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളായിരിക്കും അവിടെ എത്താൻ. അച്ഛാ വഴി പറഞ്ഞത് എന്ന വഴി കൂടെ വരുമ്പോൾ 5 മണിക്കൂർ വിളിക്കും. എനിക്ക് അങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുമുണ്ട്. സത്യം പറഞ്ഞ മോശയും ഇസ്രായേൽ മക്കളും ദൈവത്തോട് ദേഷ്യപ്പെട്ട് കാണും. കാര്യം ഫെലിസ്ത്യ ദേശത്തോടുള്ള ഗൂഗിൾ മാപ്പിന്റെ നല്ല വഴി കിടക്കുമ്പോൾ പെട്ടെന്ന് കനാലിൽ ചെന്ന് സുഖവാസം തുടങ്ങായിരുന്നു. അപ്പോഴാണ് ദൈവം റൂട്ട് അങ്ങ് മാറ്റി. മോശയ്ക്ക് പോലും പിടിയില്ലാത്ത കാര്യമാണ്. ദൈവം റൂട്ട് മാറ്റി. ദൈവം റൂട്ട് മാറ്റിയപ്പം ദൈവം പറഞ്ഞു, എളുപ്പവഴി ഒന്ന് വിട്ടേര്, നമുക്ക് ആ മരുഭൂമി ചുറ്റി സീനായ്പുറം ചുറ്റി 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 പോകാം. മോശയോട് ഇസ്രായേൽ മക്കൾ ചോദിച്ചോണ്ട് ഇതെന്നാ പണിയാ ദൈവം കാണിച്ചത്? ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യാമോ? എളുപ്പമുള്ള വഴി കിട. മോശയെ, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ ഭാവി അറിയുന്ന ദൈവമാണ്. നീ പോകുന്ന വഴിയിലെ നിനക്ക് മുൻപുള്ള സകല അപകടങ്ങളെയും മുൻകൂട്ടി അറിയുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത്. സ്തോത്രം. എളുപ്പവഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോയാൽ മുൻപിൽ യുദ്ധം വരും. യുദ്ധം കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ഭയപ്പെടും. നിങ്ങൾ മടങ്ങി മിസ്രൈമിലേക്ക് ഓടിപ്പോകും. വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി, ഭാവി കൃത്യമായി മനസ്സിലാക്കി, മുൻപിലെ അപകടം കൃത്യമായി മനസ്സിലാക്കിയ ദൈവം റൂട്ടൊന്ന് മാറ്റി. സ്തോത്രം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവമേ ഞാൻ ഇന്ന വിഷയം പ്രാർത്ഥിച്ചിട്ട് എന്നാ തരാത്തത്? എത്ര ദിവസം ഉപവസിച്ചു, എത്ര ദിവസം കരഞ്ഞു. സ്തോത്രം. എന്താ ഇത് സമയത്ത് നടക്കാഞ്ഞത്? ദൈവം പറയുന്നത്, തരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, സമയത്ത് ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ നീ അതിന്റെ മറുപടി കിട്ടിയാൽ, അതിന് മറുപടി ഞാൻ തന്നാൽ, നീ ചോദിച്ച് അത് ഞാൻ സാധിപ്പിച്ച് തന്നാൽ, നിന്നെ അതിനകത്തൂടെ ഞാൻ കടത്തിവിട്ടാൽ, കുഞ്ഞെ അതിന്റെ ഭാവിയിൽ നിനക്ക് ചില അപകടങ്ങൾ ഇരിപ്പുണ്ട്. നീ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നുള്ളൂ, ഭാവിയിൽ ചില അപകടങ്ങൾ ഇരിപ്പുണ്ട്. അതിന്റെ മുൻപിൽ ചില പ്രതിസന്ധികൾ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ മറുപടി തരാതെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് സമയത്ത് തരാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ എപ്പോഴും വേണ്ടത്, ലോകത്തിന് എപ്പോഴും വേണ്ടത്, നമുക്ക് എപ്പോഴും വേണ്ടത് ഷോർട്ട് കട്ടാണ് വേണ്ടത്. ദൈവം പറയും ഷോർട്ട് കട്ട് ഇല്ല, അതിന്റെ എല്ലാം മുൻപിൽ അപകടമുണ്ട്. നീ എന്റെ വഴിയെ വാ. സ്തോത്രം. ഷോർട്ട് കട്ട് വിട്ടിട്ട് നീ എന്റെ റൂട്ടിലൂടെ വാ, എന്റെ വഴിയെ നീ കയറുവാ. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഒരു ദൂത്, ഒന്നാമത്തെ കുറിപ്പിന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം. നാം മുടിഞ്ഞു പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, നമ്മുടെ വരും വരായികളെ നന്നായി അറിഞ്ഞുകൊണ്ട് നിന്നെ നടത്തുന്ന ഒരു ദൈവം നിനക്കൊള്ളിടത്തോളം കാലം നീ മുടിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഏതെല്ലാം മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ഏതെല്ലാം വ്യക്തികൾ, ഏതെല്ലാം താന്ത്രിക മാന്ത്രിക പ്രക്രിയകൾ നടത്തിയാൽ നിന്റെ മുൻപിലുള്ള അപകടങ്ങളെ, നിന്റെ ഭാവിയെ, നിന്റെ വരും വരായികളെ നന്നായി അറിയുന്ന ഒരു ദൈവം നിനക്കുള്ളത് കൊണ്ട് ഇന്ന് രാവിലെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുടിഞ്ഞു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയ മാത്രമാണ്. രണ്ടാമത്തെ കുറിപ്പോടൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം തന്നെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്,
നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ടു പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് മിസ്രൈമിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ കനാൻ നാട് വരെയുള്ള റൂട്ട് മാപ്പ് ഒന്നും മോശയ്ക്ക് ദൈവം കൊടുത്തിട്ടില്ല. കാര്യം മേഘം നിൽക്കുന്നിടത്ത് മോശ നിന്നോണം, മേഘം ചലിക്കുമ്പോൾ മോശ കളിച്ചോണം. അല്ല നേരത്തെ കാലത്തെ റൂട്ട് മാപ്പ് ഒന്നും തിരികല. നമ്മുടെ ആൾക്കൊക്കെ അങ്ങനെയാണല്ലോ, ഈ ഭാവി മൊത്തം അറിയണം. ദൈവം അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, മോശയോട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാത് സമയത്ത് വേണ്ട ദൈവം കൊടുക്കുകയാണ്. സ്തോത്രം. അതിന്റെ തെളിവല്ലേ 14-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്. എന്നാ 2-ാം വാക്യത്തിൽ പറയുന്നത്, നീ ഇസ്രായേൽ മക്കളോട് പറയണം. എന്താ പറയേണ്ടത്? സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം. 14:2 പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ പാളയമിറങ്ങണം? സമുദ്രത്തിന്റെ അരികത്ത് പാളയമിറങ്ങണം. കണ്ടോ? ഈ സമുദ്രം എന്ന് പറയുന്നത് അവിടെ പറയുന്നത് വെച്ചാൽ കടലിനെ കുറിച്ചാണ് പറയുന്നത്. ചെങ്കടലായിരിക്കാം, കടലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ പാള ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഞാൻ ഫറവോനെ നിങ്ങളുടെ പിന്നാലെ അയക്കും. അത് 3-4 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഫറവോനെ ഞാൻ നിങ്ങളുടെ പിന്നാലെ അയക്കും, അവൻ നിങ്ങളെ പിന്നാലെ വരും. ഇത്രയും കാര്യം മാത്രം പറഞ്ഞു. അതിനുശേഷം നടക്കുന്ന ഒരു കാര്യവും ദൈവം പറഞ്ഞില്ല. പറഞ്ഞു ഒരു കാര്യവും ദൈവം പറഞ്ഞില്ല. മോശ ചോദിച്ചുമില്ല, ദൈവം ഒട്ട് പറഞ്ഞുമില്ല. ഒരല്പം കഴിഞ്ഞപ്പം മുൻപിൽ കൊടിയും പിൻപിൽ പൊടിയും പിറപ്പിച്ചുകൊണ്ട് ഫറവോന്റെ രഥചക്രങ്ങൾ ഇസ്രായേൽ മക്കളുടെ പിന്നാലെ വരികയാണ്. ഇത് കണ്ടതും ജനം മൊത്തം മോശയ്ക്കെതിരെ തിരിഞ്ഞു. മോശയ്ക്കെതിരെ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ പിറുപുറത്തെന്ന് പറയുന്നതല്ല അതിന്റെ കൃത്യം, ഷൗട്ട് ചെയ്തെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ക്ലിയർ. അത് നിങ്ങൾക്ക് 11-ാം വാക്യം, 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ ജനം മോശയ്ക്ക് നേരെ തിരിഞ്ഞിട്ട്, പുറകിൽ ഫറവോനെ കണ്ടപ്പോൾ മോശയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് മോശയോട് ചോദിക്കുകയാണ്, മിസ്രൈമിൽ ശവക്കുടി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരിപ്പാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? നമുക്ക് ഈ സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ദൈവത്തോട് പലതും ചോദിക്കും. ദൂത് പറഞ്ഞവരോട് നമ്മൾ ചോദിക്കും. അപ്പോൾ മോശ ഇവരോട് പറയുന്ന മറുപടി 13-14 വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ കാണാൻ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. സത്യത്തില് ഈ വിഷയങ്ങളുടെ നടുവിൽ ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുന്ന പുറകിൽ ഫറവോന് സൈന്യമുണ്ട്. സത്യത്തിൽ മോശ എന്തായിരിക്കും വിചാരിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മോശയാണല്ലോ ജനങ്ങളുടെ ആശ്രയം മൊത്തം. മോശയില്ല. മോശ എന്തായിരിക്കും വിചാരിച്ചത്? മോശ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ചെങ്കടലിനകത്തോട്ട് ഫറവോൻ ഇറങ്ങുമെന്നും ഫറവോനെ ആ വെള്ളത്തിൽ മുക്കി കൊല്ലുമെന്നും. ഇതൊന്നും മോശ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. മോശ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. കാര്യം മോശയോട് ദൈവം എന്താ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്നുള്ളത് മാത്രം ദൈവം മോശയോട് പറഞ്ഞില്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ കേട്ടോ. ഏത് പ്രവാചനെ വിളിച്ച് കുത്തിയിരുത്തി ഗ്ലോറി വിക്ടറി കാലുവറി അറിയാൻ അന്യഭാഷ മൊത്തം പുള്ളി പറഞ്ഞ് തൊണ്ടയുടെ വെള്ളം പറ്റിയാലും ചിലപ്പം ദൈവം സീക്രട്ടായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ചില പ്ലാനുകൾ ദൈവം പറയുകയില്ല. അതവൻ സമയത്ത് നടത്തിയേ കാണിക്കുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി ചില പ്ലാനുകൾ അവൻ പറഞ്ഞില്ല എന്ന് കരുതി അനിശ്ചിതത്വത്തിലാണ് നിന്റെ ഭാവി എന്ന് കരുതരുത്. വിശ്വസിച്ച് മുന്നോട്ട് പോക്കൂ. ആ ടൈമിൽ നീ ഇന്നുവരെ ചരിത്രത്തിൽ കാണാത്ത പ്ലാൻ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. മോശയ്ക്ക് പോലും അറിയില്ല എന്നാ പ്ലാൻ എന്നുള്ളത്. പക്ഷേ മോശയോട് പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മോശയ്ക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അത് മോശയുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോഴാണ് 15-ാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നൊരു പദമാണ്, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അപ്പൊ പ്ലാൻ ആർക്കറിയത്തില്ലായിരുന്നു.
മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു. അറിയാതെ പുള്ളി നിലവിളിക്കൂ ഇല്ല, കാര്യം പുള്ളിക്ക് നേരത്തെ അറിയാതെ ഇന്നതാ ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാ പരിപാടി എന്നുള്ളത് മോശയ്ക്കും അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി ജനം പുറകിൽ നിന്ന് മോശയെ ഷൗട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ കണ്ട് മോശയ്ക്ക് സമ്മർദ്ദം കയറി മോശ വല്ലാതെ കരഞ്ഞു. ഉടനെ ദൈവം മോശയോട് ചോദിക്കാം, മോശേ, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഒരു പ്ലാനും മുമ്പിലില്ലാതെ വഴി അടഞ്ഞു നിൽക്കുന്നവരോട് കർത്താവ് പറയുന്നു, സ്റ്റക്കായി നിൽക്കരുത്. മെന്റലി ഫിസിക്കലി സ്റ്റക്കായി നിൽക്കരുത്. നിന്റെ മുമ്പിൽ ഒരു സാധ്യതയുമില്ല. പക്ഷെ കർത്താവ് നിന്നോട് പറയുന്നു, മുന്നോട്ട് പോയിക്കൊള്ളുക. നീ മുന്നോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ മുൻപിൽ ചിലത് ദൈവം തുറന്നു തരും. സ്തോത്രം. നീ മുന്നോട്ട് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത് ഓപ്പണായി വരും. സ്തോത്രം. ദൈവം പറയാണ്, എന്തിനു നിലവിളിക്കുന്നു? മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകുവാൻ എന്റെ ജനത്തോട് പറയുക. സത്യത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം മോശയോട് പറയുമ്പോൾ ദൈവം ചെങ്കടൽ വിഭജിച്ചിട്ടില്ല. സമയം മനസ്സിലാക്കണേ. മുന്നോട്ട് പോകാനൊക്കെ ദൈവം പറഞ്ഞു, പക്ഷെ ആ സമയത്ത് കടലായിട്ട് അതിന്റെ ഫ്രണ്ടിലുണ്ട്. ചെങ്കടൽ വിഭജിച്ചിട്ടല്ല ദൈവം പറഞ്ഞു മുന്നോട്ട് പോകാൻ. അതിന് ശേഷമാണ് മോശ വഴിയൊക്കെ എടുത്ത് നീട്ടുന്നേക്ക്. നമ്മളാണെങ്കിൽ എന്നെ വർത്താനാ പറഞ്ഞേ, ചെങ്കടൽ കിടക്കുക അവിടെ. പക്ഷെ ദൈവം ചെങ്കടൽ വിഭജിക്കുന്നതിന് മുമ്പാ പറഞ്ഞത് മുന്നോട്ട് പോകുക. അത് പറയുമ്പോൾ ദൈവം ചെങ്കടൽ വിഭജിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ചെങ്കടൽ വിഭജിക്കുന്നതിന് മുമ്പ് ഇവരോട് മുന്നോട്ട് പോക്കാളാൻ പറഞ്ഞത്? സ്തോത്രം. ദൈവം ഒരു ആഗ്രഹം ആഗ്രഹിച്ചു. എന്താണെന്നറിയാമോ? എന്താ ദൈവം ആഗ്രഹിച്ചെന്നറിയാമോ? ദൈവം തന്നെ ആശ്രയിക്കാൻ ഇവരെ പഠിപ്പിക്കുക. ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നിങ്ങൾ എന്നിൽ ആശ്രയിക്കേണ്ടത് ദൈവം എന്ത് ചെയ്യുക? ഇവരെ പഠിപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിച്ചു, ചെങ്കടൽ ദൈവം വിഭജിച്ചില്ല, അല്ലാതെ തന്നെ ദൈവം ആഗ്രഹിച്ചു ഇവരാ ചെങ്കടലിലോട്ടൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ, ഇവരാ വെള്ളത്തിലോട്ടൊന്ന് കാല് വെച്ചിരുന്നെങ്കിൽ. കാരണം അങ്ങനല്ലേ പണ്ട് യോർദാൻ എങ്ങനെ യോശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോഴല്ലേ അത് വിഭജിക്കപ്പെട്ടത്? ദൈവം ഒന്ന് ആഗ്രഹിച്ചു ഇവരെന്നെ വിശ്വസിച്ചുകൊണ്ട്, എന്നെ ആശ്രയിച്ചുകൊണ്ട് ഇവർ ഈ ചെങ്കടലിലോട്ടൊന്ന് കാല് വെച്ചിരുന്നെങ്കിൽ. നമ്മള് കംഫോർട്ട് സോണിലാണെങ്കിൽ മാത്രമേ നമ്മൾ കാല് വെക്കുകയുള്ളൂ. എല്ലാ ഭാഗം വീട്ടുകാര് നമുക്ക് അനുകൂലമായി, നാട്ടുകാരനുകൂലമായി, എല്ലാം ഓക്കെ ആണെങ്കിലും കാല് വെക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട. നിന്റെ വീട്ടുകാരെതിരാണെങ്കിലും, നാട്ടുകാരെതിരാണെങ്കിലും, നിന്റെ ചുറ്റും മൊത്തം ഓഫീസിലെതിരാണെങ്കിലും, സകല പുള്ളികളെതിരാണെങ്കിലും, ദൈവം നിന്നോട് പറഞ്ഞ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിൽ മാത്രം വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ ആ പ്രശ്നത്തിലോട്ടൊന്ന് കാലുവെക്ക്. നിന്റെ ഉള്ളംകാല ചെങ്കടലിലെ വെള്ളത്തിലൊന്ന് നനയട്ടെ. മോശ വടി നീട്ടേണ്ടി വരത്തില്ലായിരുന്നു. ഓട്ടോമാറ്റിക്കലി ചെങ്കടൽ വിഭജിച്ചേനി. നീ അത് ചെയ്യാതെ വന്നത് കൊണ്ടാണ് മോശയെ കൊണ്ട് ദൈവത്തിന് വടി നീട്ടിക്കേണ്ടി വന്നത്. ദൈവം അങ്ങ് ആഗ്രഹിച്ചു പോയി നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ആശ്രയിക്കാൻ ദൈവം ജനത്തെ പഠിപ്പിക്കുകയാണ് ഇവിടെ. സ്തോത്രം. ആശ്രയിക്കാൻ ദൈവം പരിശീലനം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? ഞാനാണ് നിങ്ങളെ വിളിച്ചത്, ഞാനാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയാ മതി. നിങ്ങളുടെ മുമ്പിൽ വഴി തുറക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് ദൈവം തന്റെ ജനത്തെ പരിശീലിപ്പിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നീ മുടിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം ആശ്രയിക്കാൻ പരിശീലിപ്പിക്കാൻ ഒരു ദൈവം നിന്റെ കൂടെ ഉള്ളതിടത്തോളം കാലം ഈ മണ്ണിൽ നീ മുടിയാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പ്രവാചകനിലല്ല, പാസ്റ്റർമാരിലല്ല, ആരിലുമല്ല, പിന്നെ നിന്നെ ആശ്രയിക്കാൻ പരിശീലിപ്പിക്കാൻ ഒരു ദൈവം നിന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം. യിരെമ്യാവിനോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ദയയാകുന്നു.
എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലത്തെ സന്ദേശം ചിലരുടെയൊക്കെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ നിങ്ങളെ ഇത് ഭരിച്ചുകൊണ്ടിരിക്കും. കേൾക്കാത്തവർ വീണ്ടും റിപ്പീറ്റ് കേൾക്കുക. നിങ്ങളോട് ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവവചനത്തിനായി സ്തോത്രം. ഈ വചനം അങ്ങയുടെ ശബ്ദമാണ്, ഇത് അങ്ങയുടെ അരുളപ്പാടാണ്. ഇത് ജനത്തിനകത്ത് പകർന്നു കൊടുത്താട്ടെ. എല്ലാ മഹത്വവും കർത്താവും മാത്രം ഇതിനകത്തോട് എടുക്കണം. ഞങ്ങൾ കുറയുന്നു. HTCയുടെ പ്രവർത്തനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. യൂട്യൂബിലൂടെ ഇത് കേൾക്കുന്നവർ ധൈര്യപ്പെടട്ടെ, ഉറപ്പ് പ്രാപിക്കട്ടെ. അവർ ദൈവത്തിങ്കിലേക്ക് ഒരുപടി അടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Praise the Lord.